ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ 4 ദിവസം കൊണ്ട് ഇറാന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ആണവശക്തി, ആണവ പദ്ധതികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ്. ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നു വരുന്നുണ്ട്. This is an anachronism of the times, a pale shadow of its illustrious past. മരിച്ചുപോയി, യുണൈറ്റഡ് നേഷൻസ് മരിച്ചുപോയി. ആ രീതിയിൽ ചിന്തിക്കാനാണ് ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ തുടങ്ങിവെച്ച സൈനിക ഓപ്പറേഷൻ 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വ്യാപകമായ നാശങ്ങളാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സൃഷ്ടിച്ചത്. ഇറാൻ വളരെ ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ലോകത്തെയാകെ ബാധിക്കുന്ന ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേലിലും സമാനമായ തരത്തിലുള്ള ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണെങ്കിലും നടക്കുന്നുണ്ട്. വലിയ UN പോലുള്ള വലിയ സംഘടനകളുടെ അഭാവത്തിൽ പോലും ലോകാഭിപ്രായം പലതരത്തിൽ ഈ ആക്രമണത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ 4-5 ആഴ്ചകൾ കൂടി വേണ്ടിവരും ഈ ഓപ്പറേഷൻ തുടരേണ്ടി വരുമെന്നാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്ന സൂചന. അത് ഇറാനിൽ ഇപ്പോൾ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും വലിയൊരു കെണിയിലേക്കാണോ, ഒരു യുദ്ധക്കുടുക്കിലേക്കാണോ വീഴ്ത്തിയിരിക്കുന്നത് എന്ന സന്ദേഹമാണ് ഉയരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്. സ്വാഗതം സാർ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 4 ദിവസമായിരിക്കുന്നു, 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഒരു 4-5 ആഴ്ച വേണ്ടി വരും ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കാനെന്നാണ്. എങ്ങോട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ്റെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ എങ്ങോട്ടാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചേർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ there are certain preferences. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അപ്രഖ്യാപിത ലക്ഷ്യമുണ്ടാകും. യുദ്ധത്തിന് പിന്നിൽ ലക്ഷ്യം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്താണ്. ആ ലക്ഷ്യങ്ങൾ, പ്രഖ്യാപിതമായ ലക്ഷ്യം ആണവ നിരായുധീകരണം, ഇറാന്റെ ആണവ നിലയങ്ങൾ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിൻവാങ്ങുക, പൂർണ്ണമായ ഒരു ന്യൂക്ലിയർ ഒരു സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഹോൾട്ട്, ഇതാണ് ഉദ്ദേശം. അങ്ങനെ ഇറാൻ ഉയർത്താൻ സാധ്യതയുള്ള ആണവ വിപത്ത് ഇസ്രായേലിനെതിരെ മാത്രമല്ല അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെയും ഇറാനിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ന്യൂക്ലിയർ ത്രെറ്റ് പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഇതാണ് പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ടാണ് ചർച്ചകൾ, ആണവ ചർച്ചകൾ എന്ന നിലയിൽ മുന്നോട്ട് പോയത്. 3 റൗണ്ട് ചർച്ചകൾ. ആദ്യ റൗണ്ട് ഒമാനിൽ വെച്ച് നടക്കുന്നു, മസ്കറ്റിൽ. 2-3 റൗണ്ടുകൾ ജനീവയിൽ വെച്ച് ഒമാന്റെ മധ്യസ്ഥതയിൽ. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാനോ ഒരു ധാരണയിൽ എത്തിച്ചേരാനോ ട്രീറ്റി ഒപ്പുവെക്കാനോ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു സംഭാഷണത്തിലേ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അല്ല എങ്കിൽ സംഭാഷണം എന്നത് ഒരു വെയിറ്റിംഗ് ഗെയിം മാത്രമാണ്. അവരുടെ പടക്കപ്പലുകൾ, സൈനിക സന്നാഹങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് എത്തുന്നതിന് മുൻപുള്ള ഒരു വാമപ്പ് മാത്രമായിരുന്നു ചർച്ചകൾ. ആത്യന്തികമായി ഒരു ആക്രമണത്തിലൂടെ അല്ലാതെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാവില്ല. ഈ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷേ പൂർണ്ണമായ ആണവ നിരായുധീകരണം നടക്കില്ല. ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റീസ് തുടരും. ഇറാൻ ഒരു വിപത്തായി അവിടെ നിൽക്കും. നോക്കൂ, ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഇറാൻ ഒരു വിപത്തായി അവിടെ നിൽക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ആവശ്യം കൂടിയാണ്. എങ്കിൽ മാത്രമേ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക്, അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നിലനിൽപ്പ്. അതൊരു റെലവൻസിന്റെ പ്രസക്തിയുടെ വിഷയമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇറാന്റെ കേപ്പബിലിറ്റി കുറച്ചുകൊണ്ട് വരിക, അതേസമയം ഇറാൻ എന്ന ഭരണകൂടത്തെ അവിടെ നിലനിർത്തുക എന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു അടുത്ത കാലം വരെ. പക്ഷെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുക, അത് ഖൊമേനിയെ വധിക്കുന്നതിലൂടെ ഭാഗികമായി മാത്രമേ അച്ചീവ് ചെയ്യുന്നുള്ളൂ. ഖൊമേനി കടന്നു പോയാലും അയത്തുള്ള അലി ഖൊമേനിക്ക് ശേഷം ഒരു സംവിധാനം ഉണ്ടാകും. ഇറാന്റെ ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ DNA, ജനിതക അവിടെ മാറുന്നില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രമമുണ്ട് അവിടെ. ആ ക്രമം തുടരുന്നു. ആ ക്രമം തുടർന്നാൽ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക് എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ ഒരു ലാർജർ പ്ലോട്ട്, ലാർജർ സ്കീം ഇവിടെ കാണാം. ഒരു പരിധിവരെ
ഉടനെ യുദ്ധം തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും അമേരിക്ക. ആദ്യം പറഞ്ഞത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ 4 ദിവസം കൊണ്ട് ഇറാന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞത്. ടെഹ്റാൻ അപ്പോൾ നഗരം 4-5 ആഴ്ച അടുത്ത 100 വേണ്ടി മണിക്കൂർ വരുമെന്നാണ് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത്. ആ ഇപ്പോൾ അത് മാറ്റി പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിൽ നിന്നും പറയുന്നത് 4-5 ആഴ്ച, ഒരു മാസത്തിലധികം നീളുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്പൈറലിംഗ് ആൻഡ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ലോകത്തിന് ആദ്യം ഇത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ് അഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, അതെ അതെ ഇറാൻ പറഞ്ഞ കാര്യം പാലിച്ചു. എന്താണ് പറഞ്ഞത്? തങ്ങളെ ആക്രമിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ് എങ്കിൽ പോലും പ്രത്യാക്രമണം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് താവളങ്ങളുള്ള എല്ലാ ഇടങ്ങളിലേക്കും, അത് അറബി ഇസ്ലാമിക് രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ ആക്രമിക്കും. അത് പാലിച്ചു. അതിന്റെ തോതിനെ കുറിച്ച് നമുക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ സിംബോളിക് ആണോ അറ്റാക്ക്, ഒരുപാട് നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകളില്ല. ഇതുവരെ 10 മരണങ്ങൾ മാത്രമാണ് മറുപക്ഷത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു മരണസംഖ്യ വലിയ ഭീതിതമായ രീതിയിൽ. ഇറാനിൽ ഏതാണ്ട് 600-ൽ പരം പേരാണ് അതെ ഇതുവരെ കൊല്ലപ്പെട്ടത്, മറുപക്ഷത്ത് ഏതാണ്ട് 10 പേരാണ്. അപ്പൊ അതൊരു ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ആൾനാശം കുറവ്. പക്ഷേ വസ്തുവകകൾക്ക് അറാംകോയുടെ കേന്ദ്രം ആക്രമിക്കുന്നു, സൗദി അറാംകോ. അതുപോലെ ഒമാന്റെ തീരപ്രദേശത്തുള്ള തുറമുഖ നഗരങ്ങൾ ആക്രമിക്കപ്പെടുന്നു, എണ്ണക്കപ്പലുകൾ ആക്രമിക്കുന്നു എന്ന് വേണ്ട. സൈനിക താവളങ്ങൾക്ക് പുറമെ വ്യോമ താവളങ്ങൾക്കും നാവിക താവളങ്ങൾക്കും പുറമെ എയർപോർട്ടുകൾ, വ്യാപാര സ്ഥലങ്ങൾ, പാർപ്പിട സമുച്ചയങ്ങൾ, അവിടേക്കെല്ലാം അറ്റാക്ക് നീളുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഇപ്പോൾ സമ്മർദ്ദം ആ രീതിയിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇറാനെ അപലപിക്കുമ്പോഴും ഒരു ഏതാനും ആഴ്ചകൾ നീണ്ടു നിന്നാൽ 2 കാര്യങ്ങളിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. ഒന്ന്, തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അമേരിക്കയ്ക്ക് പൂർണ്ണമായി കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അമേരിക്കൻ താവളങ്ങളുടെ പ്രസക്തി എന്താണ്? ഈ യുദ്ധത്തിലേക്ക് തങ്ങൾ വലിച്ചിഴക്കപ്പെട്ടത് അമേരിക്കൻ താവളങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്ന ഒരു ചോദ്യം ഭരണകൂടം ചോദിച്ചില്ല എങ്കിലും ആ ഭാഗത്തെ ജനങ്ങളെങ്കിലും ചോദിക്കേണ്ടി വരും. പക്ഷെ അതൊരു ഏകാധിപത്യ ഭരണകൂടങ്ങളായതുകൊണ്ട് ഒന്നുകിൽ എമീർ അല്ലെങ്കിൽ ഷെയ്ഖ് അല്ലെങ്കിൽ രാജാവ് ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ജൈവികമായ ഒരു പ്രതിഷേധം ഉണ്ടാകും. 1. 2, ദ ഹിറ്റ് ഓഫ് ഇക്കണോമിക് ക്രൈസിസ്, ഇൻഡസ്ട്രിയൽ ക്രൈസിസ്, പ്രൊഡക്ഷൻ ക്രൈസിസ്, കൺസംഷൻ ക്രൈസിസ്, ഇത് തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമല്ലോ. അവർക്കൊരു നിലപാടെടുക്കാനാവില്ലല്ലോ. അവരുടെ എണ്ണ ഹോർമുസ് കടലിലേക്ക് കടന്ന് വെളിയിലോട്ട് പോകാനാവില്ല. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ, എണ്ണ കടത്തിന്റെ, എണ്ണ നീക്കത്തിന്റെ, ക്രൂഡ് ഓയിലിന്റെ 30%, ഗ്യാസിന്റെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായ നാച്ചുറൽ ഗ്യാസിന്റെ 25% കടന്നു പോകേണ്ടത് ആ ഹോർമുസ് എന്ന പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമുസ് കഴുത്തിലൂടെ ഒമാൻ ഉൾക്കടലിൽ പ്രവേശിച്ച് അവിടുന്ന് അറബിക്കടലിൽ എത്തി ഇന്ത്യ മഹാസമുദ്രത്തിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. അത് തടയപ്പെട്ടാൽ 1, 2, 3 ആഴ്ച ചിലപ്പോൾ ഇത് നിലനിന്നേക്കാം. പക്ഷെ അത് കഴിഞ്ഞ് നിന്നാൽ ഈ സമ്പദ് വ്യവസ്ഥകൾ, പെട്രോളിയം ഉൽപാദനം, അവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ, റിട്രെഞ്ച്മെന്റ് ഉണ്ടാവില്ലേ, ക്യാഷ് ക്രഞ്ച് ഉണ്ടാവില്ലേ, അവർക്ക് നിക്ഷേപങ്ങൾ വെളിയിലുണ്ട് എന്നൊക്കെ പറയാം. UAE-ക്കും ഖത്തറിനും ഒമാനും ഒക്കെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ വെളിയിലുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, അവിടെ ഉത്പാദനം ഉണ്ടാക്കണം, വിപണനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവിടേക്ക് കാര്യങ്ങൾ, ഇന്ത്യയിൽ നിന്നുൾപ്പെടെ അവിടേക്ക് അവശ്യ കാര്യങ്ങൾ വരണം. പഴം, പച്ചക്കറി, മറ്റു കാര്യങ്ങൾ എന്നു വേണ്ട സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ എല്ലാം തന്നെ അകത്തേക്ക് കടന്നു വരണം. അതും ഹോർമോസ് കടലിടുക്കിലൂടെ തന്നെയാണ്. പുറത്തേക്ക് എണ്ണ കൊണ്ടുപോകുക മാത്രമല്ല, അകത്തേക്ക് കാര്യങ്ങൾ വരണം. ഹോർമൂസ് കടലിടുക്ക് ഏകദേശം അടച്ചു പൂട്ടിയെന്ന നിലയ്ക്കാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അതുവഴി കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും അത് അവിടെ കേവലം 33 മുതൽ 40 വരെ കിലോമീറ്റർ ദൈർഘ്യം, 33 കിലോമീറ്റർ ഏറ്റവും ചെറിയ വീതിയും 50 കിലോമീറ്റർ ഏറ്റവും വലിയ വീതിയും, ആ രീതിയിലാണ് ആ കുപ്പിക്കെഴുത്ത്. അതൊരു കപ്പൽ പാതയെ സംബന്ധിച്ചിടത്തോളം തീരെ ചെറിയ ഒരു ഇടം മാത്രമാണ്. കരയിൽ നിന്നും 20 കിലോമീറ്റർ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ്. അപ്പോൾ ഇറാന്റെ തീരത്ത് നിന്നും തെക്കോട്ട് 20 ഇറാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ്. ഒമാന്റെയും UAE-യുടെയും തീരത്ത് നിന്ന് വടക്കോട്ട് 20 കിലോമീറ്റർ ഈ കടലിന് മേലുള്ള ആധിപത്യമുണ്ട്. അത് കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽശാല എന്ന് പറയുന്നത് കേവലം 1.5 കിലോമീറ്റർ വീതിയുള്ള ചെറിയ ഒരു കപ്പൽശാല മാത്രമാണുള്ളത്. അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറയുന്നത് പോലെ ബുദ്ധിമുട്ടില്ല. മിസൈലുകൾ ഉപയോഗിച്ച് അവിടെ ഏതാനും കപ്പലുകൾ തകർന്നാൽ തന്നെ ബ്ലോക്കായി. അല്ല എങ്കിൽ വാരി വിതറി മൈനുകൾ വിതറി കഴിഞ്ഞാൽ അവിടേക്കുള്ള കപ്പൽ ഗതാഗതം ബുദ്ധിമുട്ടാകും. ഇറാന് ഏതാനും സബ്മറൈൻസ്, വലിയ എണ്ണ ഒന്നുമില്ല, ഉണ്ട്, മുങ്ങിക്കപ്പലുകൾ, വാഹിനികൾ. ആ അന്തർവാഹിനികൾക്ക് മീനിങ് ഫുൾ കഴിയുമോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു എൻഡ് ഗെയിം പൊളിറ്റിക്സിൽ അത് വളരെ നിർണായകമായി വരും. അതുകൊണ്ട് അത്ര ലാഘവത്തിൽ
ഹോർമൂസ് കടലെടുക്കെ ഈ ചെയ്യാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്കോ മറ്റ് ഇസ്രായേലിനോ ഒന്നും കഴിയാതെ വന്നേക്കാം. അവിടെയാണ് ഇറാൻ ഒരു സാധ്യത കാണുന്നത്. അതെ ദിവസം ഒരാഴ്ച വരെ ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഏറിയ ആകാശയുദ്ധം ഉറപ്പായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചേർന്ന് വിജയിക്കാൻ ആവും. അവരോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് ചേരും. പക്ഷെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് GCC മേഖലയിലേക്ക് വ്യോമാക്രമണം ഇറാനിൽ നിന്നും സംഭവിച്ചത് കൊണ്ട്, മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം സംഭവിച്ചത് കൊണ്ട് അവരൊരുപക്ഷെ അവരുടെ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ അവരൊരുപക്ഷെ അമേരിക്കയ്ക്ക് തങ്ങളുടെ താവളങ്ങൾ തുറന്നു കൊടുത്തേക്കാം. ആയുധങ്ങൾ ഉപയോഗിക്കില്ലായിരിക്കാം. അമേരിക്കയെ ഇറാനെ ആക്രമിക്കില്ല. പക്ഷേ ഖത്തറിലെ അൽ ഉദൈർ വ്യോമത്താവളം മേ കം ടു ലൈഫ്. ബഹ്റിനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മനാമയിലെ അത് ഇറ്റ് മേ കം ടു ലൈഫ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും കൂടുതൽ ശക്തമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതാണ്. ഇസ്രായേൽ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യില്ല. ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് മാത്രം അമേരിക്കയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കൂടുതൽ ഫലപ്രദമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് മതിയാകുമോ? ഈ നഗരങ്ങളെ നശിപ്പിക്കാനൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, പക്ഷെ അപ്പോഴും ഒരു ഭരണകൂടം അവിടെ ഉണ്ടാകും. ആ ഭരണകൂടം മാറുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. എങ്കിൽ അതിപ്പോഴും പറയുന്നില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ഉറപ്പില്ല. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യത്തിൽ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നത് ജനാധിപത്യ പ്രക്ഷോഭണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് ആണവശക്തി, ആണവ പദ്ധതികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ്. ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നു വരുന്നുണ്ട്. മാറ്റി പറയുക എന്നതാണ് ബുദ്ധിപൂർവമായ സമീപനം. കാരണം പണ്ട് പറഞ്ഞതൊക്കെ ജനം മറക്കും എന്നാണല്ലോ ചിന്ത. അതുകൊണ്ട് മാറ്റിയും മറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ായി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ പിന്മാറാം. എന്തുകൊണ്ട്? തങ്ങളുടെ മുഖ്യ ശത്രു ആയത്തുള്ള അലി ഖൊമേനി യുഗം അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഇറാന്റെ മിസൈൽ ശേഖരം കാര്യമായി ഞങ്ങളുടെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ ശേഖരം ഫർദോയിലെയും ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഒക്കെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ നശിപ്പിച്ചു. 2025 ജൂൺ മാസം 13-ാം തീയതി സാധിക്കാതെ പോയത് ഭാഗ്യമായി മാത്രം സാധിച്ചത് ഇപ്പോൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇറാൻ ഒരു ആണവ പദ്ധതിയിലോട്ട് പോകാനാവില്ല. അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്കെങ്കിലും ഇറാന്റെ പല്ലുകൾ, ദംഷ്ടകൾ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ ഈ ഭരണകൂടം അമേരിക്കയ്ക്ക് ശേഷം വരുന്ന ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു 3 അംഗ സമിതി, പിന്നെ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. ഗാർഡിയൻ കൗൺസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിൽ പിൻവാങ്ങാം. പക്ഷെ അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടും. കാരണം കരയിൽ അമേരിക്കൻ സേന, അമേരിക്കൻ മറീനുകൾ, ട്രൂപ്പുകൾ ഇറങ്ങിയാലുള്ള അവസ്ഥ ആലോചിക്കൂ. ഇറാൻ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആകാശങ്ങളിൽ അമേരിക്ക ഓൾറെഡി യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു പോരാട്ടമില്ല. കാരണം ഇറാൻ ആകെയുള്ളത് മിസൈലുകൾ മാത്രമാണ്, മിസൈലുകളും ഡ്രോണുകളുമാണ്. അവനാടിയിലെ അവസാന ഡ്രോണും മിസൈലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാന് ഒന്നുമില്ല. പക്ഷെ അവിടെയും കരസേന അവിടെ ഉണ്ട്. അവിടെ ടാങ്കുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, പീരങ്കികളുണ്ട്, ഹൊവിറ്റ്സർ ഗൺസ് ഉണ്ട്. അവിടെ ടോപ്പോഗ്രഫി, സാഗ്രോസ് മൗണ്ടൻസ് ഇൻ ദി സൗത്ത്, അത് പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുകയാണ്. 12,000 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതുപോലെ വടക്ക് മലനിരകളുണ്ട്. ഇതെല്ലാം കടന്ന്, ദുർഘടമായ ഭൂമി കടന്ന് മുഴുവൻ സിറ്റി ടു സിറ്റി ആർമി കോളംസ് നീങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇറാന്റെ 193ഓളം നഗരങ്ങളിലും പ്രദേശങ്ങളിലും ആക്രമണം ഉണ്ടായി. ഒരുപാട് നഗരങ്ങളുള്ള, ചെറുതും വലുതുമായി ഒരുപാട് നഗരങ്ങളുള്ള സ്ഥലമാണ് ഇറാൻ. അത് മാത്രമല്ല ഗ്രാമമേഖലയുണ്ട്. എല്ലായിടത്തേക്കും അമേരിക്കൻ സേനാ വിന്യാസം ഉണ്ടാകാൻ പറ്റുമോ? അത് മാത്രമല്ല, എങ്ങനെയാണ് ഒരു അധിനിവേശ സേനയെ ഇറാൻ ജനത സ്വീകരിക്കുക? അവിടെ ഒരു കൾച്ചറില്ലേ, ഒരു സിവിലൈസേഷന്റെ സീറ്റ് ആയിരുന്നില്ലേ പേർഷ്യ? ഒരിക്കൽ പോലും ഇറാൻ എന്ന പേർഷ്യ, മുൻകാല പേർഷ്യയെ പൂർണ്ണമായി കീഴടക്കി ഭരിക്കാൻ, അധികകാലം ഭരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ പോലും പൂർണ്ണമായി ഒരു അധിനിവേശ ശക്തിയും, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചല്ലോ, അഫ്ഗാൻ മേഖല അവർ ഭരിച്ചില്ല എന്ന് ഓർക്കണം. റഷ്യൻസ് അഫ്ഗാനിസ്ഥാനിൽ ഇരച്ചു കയറി, അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. മുൻകാലം പടയോട്ടങ്ങൾ ഏറെ കണ്ടു ഇറാൻ അഫ്ഗാനിസ്ഥാൻ മേഖല. പക്ഷേ പൂർണ്ണമായി അവരെ കീഴടക്കി ഏറെക്കാലം ഒരു വൈദേശിക ആധിപത്യത്തിന് കീഴിൽ ഇറാനെ പെടുത്തിയിട്ടില്ല ഇതുവരെ. അതാണ് ഇറാന്റെ ഒരു ടോപ്പോഗ്രാഫിക്കൽ പ്രത്യേകത. അതിപ്പോഴും ഒരു ബലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ കരയുദ്ധത്തിലേക്ക് ആകർഷിക്കുക. പക്ഷെ സൈനികമായി ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന ഒരു വലിയ സേനയോട് പിടിച്ചു നിൽക്കുക ഇറാൻ അത്ര എളുപ്പമൊന്നാവില്ല.
സ്വാഭാവികമായിട്ട് അതിൻ്റെ തിരിച്ചടികളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് എത്രമാത്രം അത് കഴിയുമെന്നുള്ള പ്രശ്നം മുന്നിലുണ്ട്. ഇപ്പം മാത്രമല്ല, അതിനും പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഹോർമൂസ് കപ്പൽ പാത തടയുക എന്നുള്ള സാമ്പത്തികമായ ഒരു വലിയ തിരിച്ചടി ഈ ഗൾഫ് രാജ്യങ്ങൾക്കും മറ്റ് ലോകരാജ്യങ്ങളിലുമെല്ലാം വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു നടപടിയാണ്. സൈനിക നടപടികളെക്കാൾ പക്ഷേ ഒരു വലിയ ആഘാതം അതല്ലേ ഉണ്ടാക്കുക എന്ന് തോന്നുന്നു. യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമോ തന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമോ സൈനിക തന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമോ മാത്രമല്ല. എനി വാർ ഇൻ ദ മോഡേൺ വേൾഡ് ഈസ് an economic warfare also, a diplomatic warfare also. പ്രസ്റ്റീജിന് വേണ്ടിയുള്ള ഒരു വാർഫെയർ ആണ്, ഹൃദയങ്ങൾ കീഴടക്കാനുള്ള വാർഫെയർ ആണ്. തൽക്കാലത്തേക്ക് ഇറാനെ ഒരു വിപത്തായി അവതരിപ്പിച്ച് ഇറാനെ പരമാവധി ഇറാന്റെ കേപ്പബിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറൽ കേപ്പബിലിറ്റീസ്, മിലിറ്ററി പൊട്ടൻഷ്യൽ തകർക്കാൻ കഴിയും. പക്ഷേ ഇറാൻ എന്ന രാജ്യം അവിടെ നിലനിൽക്കും. അതുകൊണ്ടാണ് ഇതൊരു മറ്റൊരു രീതിയിൽ ഇറാനിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ക്രമം ഉണ്ടാക്കണമെങ്കിൽ ആകാശത്ത് നിന്നുകൊണ്ട് അത് സാധ്യമാവുമോ എന്നതാണ്. അവിടാണ് ബൂട്ട് ഓൺ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ. തറയിൽ സൈന്യം കാലുകുത്തി അവിടെ നീങ്ങി. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഇറാഖ് യുദ്ധത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. സദ്ദാം ഹുസൈനെതിരെയുള്ള യുദ്ധത്തിൽ ആകാശയുദ്ധം വിജയിച്ചതിന് ശേഷം ട്രൂപ്പുകൾ കരയിൽ ഇറങ്ങി. അഫ്ഗാനിസ്ഥാനിലും അങ്ങനെയാണ്, ആകാശയുദ്ധം ജയിച്ചതിന് ശേഷം കരയിലേക്ക് പ്രവേശിച്ചു. ഗാസയിലും അങ്ങനെയാണ്, ആകാശയുദ്ധം ജയിച്ചതിന് ശേഷം കരയിലേക്ക് പ്രവേശിച്ചു. ഈ മൂന്നിടത്തും കരയിലേക്ക് പ്രവേശിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? ഗാസയിൽ കരയിലേക്ക് പ്രവേശിച്ചു, 2.5 വർഷം നീണ്ടുപോയി. അപ്പോഴും ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ ഹമാസ് വിമുക്ത ഗാസ സാധ്യമായിട്ടില്ല ഇതുവരെ. ഒരു സമാധാന പ്രക്രിയയിൽ ഇപ്പോൾ നിൽക്കുന്നു, കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? 20 വർഷത്തോളം ഒരു അധിനിവേശം സൈന്യങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം, ഹമീദ് കർസായി ഭരണകൂടം ഉണ്ടായിരുന്നു. അവസാനം അമേരിക്കയ്ക്ക് അവിടം വിട്ട് വെള്ളിത്താലത്തിൽ വെച്ച് അഫ്ഗാന്റെ ഭരണകൂടം താലിബാന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ പുതിയൊരു താലിബാൻ 2.0 എന്ന രീതിയിൽ പുതിയ ഭരണകൂടത്തിനെ സമർപ്പിച്ചിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഇറാഖ് ആകമാനം കൈവിട്ടുപോയി. സദ്ദാം ഹുസൈനെ കൊല ചെയ്തു. ജൈവായുധങ്ങൾ ഉണ്ടായിരുന്നു, രാസായുധങ്ങൾ ഉണ്ടായിരുന്നു, അതീവ വിനാശകാരിയുമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. സദ്ദാം ഹുസൈന് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന എലീറ്റ് സേന വലിയ വിപത്താണ്. ഷിയാക്കളെ കൊന്നൊടുക്കി, തെക്ക് വടക്ക് കുർദുകളെ കൊന്നൊടുക്കി. അതുകൊണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനം. ഇതൊക്കെ ഭാഗികമായി ശരിയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ യുദ്ധം ജയിച്ച്, ആകാശങ്ങളിൽ യുദ്ധം ജയിച്ച് ആർമി തറയിലിറങ്ങി പരിശോധിച്ച് നോക്കിയപ്പോൾ രാസായുധങ്ങളുമില്ല, ജൈവായുധങ്ങളുമില്ല. ഇറാഖിന് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന പല കേപ്പബിലിറ്റീസും അവിടെ ഇല്ലായിരുന്നു. ആടുമില്ല, ആട് കിടന്നെടുത്ത് രോമവുമില്ല എന്ന അവസ്ഥയായി. അവസാനം എന്താണ്? ഇറാഖ് സംഘങ്ങളിലേക്ക് പോയി. ആണവായുധങ്ങളാണ് ശേഖരമുണ്ട് എന്നുള്ള നിലയ്ക്കാണല്ലോ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ പുറപ്പാട്. അത് ഏത് യുദ്ധത്തിനും ഒരു കാരണം ഉണ്ടാകണമല്ലോ. ഇവിടെ ആണവ ആയുധങ്ങളാണ് കാരണമായി പറയുന്നത്. എന്തെങ്കിലും കാരണം പറയാതെ ഈ ആണവായുധങ്ങൾ ഇറാനുണ്ട്, അത് ഇറാന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കില്ല, ഇറാൻ അത് ഉപയോഗിച്ചാൽ ഇസ്രയേലിനും അറബ് രാജ്യങ്ങൾക്കും സർവനാശം. അതുകൊണ്ട് ഇറാന്റെ കയ്യിലെ ആണവ ശേഖരം അത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറുന്ന യുറേനിയം 235 സമ്പുഷ്ടീകരിച്ച് 60% അത് വലിയ കുഴപ്പമില്ല. അത് 90% ആയിക്കഴിഞ്ഞാൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇറാൻ ആ മേഖല അടക്കി വാഴും. ഇറാനെ പിന്നെ തൊടാനാവില്ല. ഇപ്പോൾ നോർത്ത് കൊറിയയെ തൊടാനാവില്ല എന്ന് പറയുന്നത് പോലെ ഇറാനെ തൊടാനാവില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇസ്രായേൽ മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കും. ഇതാണ് നറേറ്റീവ്. ഇറാന്റെ കയ്യിൽ സമാനമായ കാര്യങ്ങൾ വന്നാൽ അത് സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു മുൻകൂട്ടി ഒരു അടിയാണ്. ഇറാന്റെ കയ്യിൽ അത് സുരക്ഷിതമല്ല. അങ്ങനെയെങ്കിൽ ഇറാന്റെ ആണവ കേപ്പബിലിറ്റി ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാനാവില്ല. അവർ ഡിസ്റ്റോർട്ട് ചെയ്യും. അവരിന്ന് പറയും ശരി, ഞങ്ങൾ ആണവായുധങ്ങൾ കുറച്ചു കൊണ്ടുവരാം, സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം. നാളെ രഹസ്യമായി അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ആര് കണ്ടു? IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കുമെന്ന് ഇപ്പോൾ പറയുന്നു, എഴുതി കൊടുക്കുന്നു, രേഖാമൂലം ഉറപ്പ് കൊടുക്കുന്നു. അതാണ് അബ്ബാസ് അരാക്ചി നൽകിയ ഉറപ്പ്. പക്ഷെ നാളെ അത് പാലിക്കുമെന്ന് എന്താണ് ഉറപ്പ്? 2015 അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ. അത് ട്രംപ് വന്നപ്പോൾ 2018 ഈ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിൻവാങ്ങി. അതിന് പറഞ്ഞ കാരണം എന്താണ്? ഇറാൻ വേണ്ട പോലെ സഹകരിക്കുന്നില്ല. IAEA ഇൻസ്പെക്ഷന് വേണ്ടി അവർ ആണവ ഫെസിലിറ്റീസിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അതുകൊണ്ട് പിന്മാറുന്നു. ഇപ്പോൾ ഇതാ ആക്രമിച്ച് കീഴടക്കുന്നു. ഇതാണ് തന്ത്രം. അപ്പൊ അതെല്ലാം ഒരു വശത്ത് പോകുന്നുണ്ട്. മറുവശത്ത് ഇറാനും അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി, ഇറാൻ എന്ന രാജ്യത്തിന്റെ അല്ല ഭരണകൂടത്തിന്റെ, രാജ്യം നിലനിൽക്കും. അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം നിലനിൽക്കും. പക്ഷേ ഇല്ലാതാകുമൊന്നുമില്ല. ഇല്ല, ഒരിക്കലുമില്ല. രാജ്യം തുടരും, ജനത തുടരും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വശം കൂടെ നമ്മൾ നോക്കണം. അവിടെ പൗരാവകാശങ്ങൾ ഉണ്ടാകണം.
ഈ പർദ്ദയ്ക്ക് മുകളിലേക്ക് മുഖം കാണിക്കത്തക്ക രീതിയിൽ ജനങ്ങൾക്ക് വളരാൻ കഴിയുമോ, അതോ ആചാര സംരക്ഷണം എന്ന രീതിയിൽ ആ ഒരു കൾച്ചർ ട്രഡീഷൻസ് പിന്തുടരാനാണോ ജനത്തിന് താല്പര്യം? എന്താണോ ഇറാൻ ജനത ആഗ്രഹിക്കുന്നത് അതിന് പറ്റുന്ന ഒരു ഭരണകൂടം അവിടെ ഉണ്ടാകണം. ഇപ്പോഴുള്ള തീർച്ചയായും ആയത്തുള്ള അലി ഖുമൈനി നയിച്ചിരുന്ന മസൂദ് പെസഷ്കിയാൻ എന്ന മിതവാദിയായ നേതാവ് നയിക്കുന്ന ഒരു ഭരണകൂടത്തിന് ഒരു നിശ്ചിത പൗരസ്വാതന്ത്ര്യം മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അവിടെ ഒഫീഷ്യൽ ഏജൻസി ഇറണ്ട കൊടുക്കുന്ന ന്യൂസ് മാത്രമാണ് അവിടെ കാര്യമായിട്ടുള്ളത്. പ്രൈവറ്റ് ന്യൂസ് ഏജൻസീസ് ഇന്ത്യയിലെ പോലെ വ്യാപകമല്ല. പക്ഷേ ആ പ്രശ്നം ഇറാനിൽ ആഭ്യന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണല്ലോ. അത് ട്രംപിനോ ഇറാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, ഇറാൻ ജനതയാണ് തീരുമാനിക്കുന്നത്. അതെ അതെ. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത, ഒരുപക്ഷെ ഇസ്രായേലിന് ഹിതകരമല്ലാത്ത എത്രയോ തീരുമാനങ്ങൾ എത്രയോ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ട്. അവരെല്ലാം കീഴടക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയുമോ? അവിടെ ജൈവികമായി ഇറാൻ ജനതയല്ലേ ഉയർത്തെഴുന്നേൽക്കേണ്ടത്? ഇറാൻ ജനതയല്ലേ പറയേണ്ടത്? കടക്കുപുറത്ത് എന്ന് ഖൊമൈനി നയിക്കുന്ന ഭരണകൂടത്തോട് പറയേണ്ടത് ജനതയാണ്. പ്രക്ഷോഭം ഉണ്ടാകുന്നു, അത് അടിച്ചമർത്തുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതെ. ഈ വേറൊരു പ്രശ്നം, ഇപ്പോൾ ഈ 4-5 ആഴ്ചകൾ യുദ്ധം നീളുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് പിന്നെയും നീണ്ടു പോയേക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത്, കേരളത്തിൽ തന്നെ വലിയ തോതിൽ ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക, വലിയ തോതിലുള്ള അരക്ഷിതത്വം ഉണ്ടാക്കുക, തൊഴിൽ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇന്ത്യയെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. അതിനെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഒരു ത്രിത്വ കൺസേൺ ആണ് ഭാരതത്തിനുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ, കൃത്യമായി പറഞ്ഞാൽ 90 ലക്ഷത്തിൽ പരം ഭാരതീയർ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഈ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. കേവലം 10,000-ൽ പരം പേരേ ഉള്ളൂ ഇറാനിൽ. അത് വലിയ നമ്പർ അല്ല, വിദ്യാർത്ഥികളാണ് കൂടുതൽ. ഇസ്രായേൽ 1 ലക്ഷത്തിൽ പരം ആളുകൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ദുബായ്, അബുദാബി, ഷാർജ ഒക്കെ ഉൾപ്പെടുന്ന UAE-യിലാണ്. അതിനുശേഷം സൗദി അറേബ്യയിലാണ്. പിന്നീട് ഖത്തറിലും ഒക്കെ വലിയ നമ്പറുണ്ട് ആൾക്കാർ. അവരുടെ സുരക്ഷ, അവരുടെ ക്ഷേമം, അവരയക്കുന്ന പണം നോക്കൂ. 1 ലക്ഷം കോടി ഡോളറാണ് ഈ ഫോറിൻ റെമിറ്റൻസസ് ടു ഇന്ത്യ എവറി ഇയർ ഫ്രോം വെസ്റ്റ് ഏഷ്യൻ ഇന്ത്യൻസ്. അത് വലിയ തുകയാണ്. 1 ലക്ഷം കോടി ഡോളർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു വിദേശ നാണ്യ ശേഖരം ഇന്ത്യക്ക് ലഭിക്കുന്നത് പ്രവാസി മലയാളികൾ, പ്രവാസി ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്ക് അയക്കുന്ന, നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. അതാണ് ഒരു നഷ്ടം. അത് പൂർണ്ണമായി നഷ്ടപ്പെടുത്താൻ ആവില്ല. 2, ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഒരു അന്ത്രാളഘട്ടം വന്നാൽ, ഇപ്പോൾ ആ സാഹചര്യം ഒരു പക്ഷേയില്ല. വ്യോമപാതകൾ പലതും അടച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഒരു പക്ഷേ യുദ്ധം ഫിസൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവാക്യുവേഷൻ കൂടുതൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കും. അത് മാത്രമല്ല റിസ്കിയാണ് ഈ സമയത്തെ വൻതോതിലുള്ള ഒരു കുടിയൊഴിപ്പിക്കൽ, കടത്തിക്കൊണ്ട് പോകൽ അത് സൃഷ്ടിക്കുന്നത്. പക്ഷെ ആത്യന്തികമായി അത് വേണ്ടി വന്നാൽ ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ട്, ലോജിസ്റ്റിക്കൽ സംവിധാനമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അതിനുള്ള ചിലവ്, ഭീമമായ ചിലവാണ് അതുകൊണ്ടുണ്ടാകുന്നത്. പിന്നെ ഈ ആളുകൾ, പ്രവാസികൾ മടങ്ങി അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പുനരധിവാസം, പ്രൊഡക്റ്റീവായി അവരെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് എങ്ങനെ, അത് വലിയൊരു ജോബ് പ്രശ്നമായി മാറും, ഒരു കരിയർ വിഷയമായി മാറും, അതൊരു സാധാരണ വിഷയമായി മാറും. അതാണ് ഒരു ലെവൽ ഓഫ് കൺസേൺ. 2ാമത്തെ ലെവൽ ഓഫ് കൺസേൺ എണ്ണ തന്നെയാണ്. എണ്ണ 85% നമുക്ക് ആവശ്യമുള്ള ഹൈഡ്രോ കാർബൺ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. അതിൽ തന്നെ റഷ്യയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു ഗതികേടിലാണ്. അമേരിക്കയുമായി കരാർ ഒപ്പിട്ടതുകൊണ്ട് അത് ലിങ്ക്ഡ് ആണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അമേരിക്കയുമായി പ്രപ്പോസ്ഡ് കരാർ. അങ്ങനെയെങ്കിൽ റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങാനുമാവില്ല. വെനിസ്വലയിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്നതിന് കാലതാമസമെടുക്കും, ചെലവേറും, വലിയ ദൂരം താണ്ടേണ്ടി വരും. അതുകൊണ്ട് ഇറക്കുമതി ചാർജ് കൂടുതലായിരിക്കാം. 3, എണ്ണ അങ്ങോട്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് എത്താതാകും. ഹോർമൂസ് കടലിടുക്ക് അടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യ കയറ്റുമതി, മറ്റു കാര്യങ്ങളുടെ കയറ്റുമതി, പച്ചക്കറി കയറ്റുമതി, ടെക്സ്റ്റൈൽ കയറ്റുമതി, ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി, ഇതൊന്നും തന്നെ സാധ്യമാകാതെയാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വലിയ ബാധ്യതയാണ്. മാത്രമല്ല എണ്ണ വിപണി തീപിടിക്കും. അപ്പോൾ തന്നെ എണ്ണ വില 20% കൂടി. $60 ഒരു ബാരലിന്, 189 ലിറ്ററാണ് ഒരു ബാരലിന് ഏതാണ്ട് $160 ആയിരുന്നു വില.
അതിപ്പോൾ $80 വർദ്ധിച്ചിരിക്കുന്നു 2 ദിനം കൊണ്ട്. അത് 100 കഴിയും, $100 വരെ 120 ആകും, സർവകാല റെക്കോർഡിലേക്ക് പോകാം. പോകാം. അത് വലിയ ദോഷമാണ്. അത് മാത്രമല്ല എല്ലാ രംഗത്തും ഒരു മാന്ദ്യം ഉണ്ടാകും. പ്രൊഡക്ഷന് എണ്ണയില്ലാതെ വരുമ്പോൾ പ്രൊഡക്ഷൻ കുറയും, വലിയ ബുദ്ധിമുട്ടാണ്, നാണ്യപ്പെരുപ്പം ഉണ്ടാകും, വിലക്കയറ്റം ഉണ്ടാകും, എല്ലാം തന്നെ സ്പൈറലിംഗ് ഇഫക്റ്റ് ആണ്. അതാണ് രണ്ടാമത്തെ കൺസേൺ. മൂന്നാമത്തേത് നയതന്ത്രപരമായ ഒരു കൺസേൺ ആണ്. ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഒരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമാണിത്. പ്രതിപക്ഷങ്ങൾ അത്യശക്തമായി ഇന്ത്യ ഒരു നിലപാടെടുക്കുന്നില്ല. ഇന്ത്യ ഒരു കൺസേൺ ഉണ്ടോ എന്നുള്ളൊരു വിഷയം എന്തുകൊണ്ട് അല്ല, നിലപാട് ഉണ്ടാക്കേണ്ടതാണ്. ഇന്ത്യ ഉക്രൈൻ റഷ്യ വിഷയത്തിലുൾപ്പെടെ ഇന്ത്യ നിലപാട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ശരിദൂരമാണ്, സമദൂരമാണ്, അത് ഞങ്ങൾ പാലിക്കും. അതുകൊണ്ട് ഉക്രൈനിൽ ചെല്ലുന്നു ഐക്യദാർഢ്യം പറയുന്നു, റഷ്യയിൽ ചെല്ലുന്നു ഐക്യദാർഢ്യം പറയുന്നു. അറബ് ഇസ്രായേൽ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഇതുവരെയുള്ള കഴിഞ്ഞ 4 ദിവസം, യുദ്ധം തുടങ്ങിയ 4ാം ദിനമാണെന്ന്, ഇതുവരെയുള്ള ഇന്ത്യയുടെ പ്രതികരണം അയത്തുള്ള അലി ഖൊമേനി രാഷ്ട്ര തലവൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഡിഫാക്ടോ അതോറിറ്റി എന്ന നിലയിൽ വധിക്കപ്പെട്ടപ്പോൾ അതിൽ ഔപചാരികമായ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായില്ല. ലോക ഡിപ്ലോമാറ്റിക് സർക്കിൾസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ ഇറാൻ ബന്ധം വളരെ ചരിത്രപരമാണ്, സാംസ്കാരികമാണ് എന്നൊക്കെ ഒരു വശത്ത് പറയുന്നു. പക്ഷെ അദ്ദേഹം ആരുമായിക്കൊള്ളട്ടെ, സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ. അതെ, സോണിയാഗാന്ധി ഇന്ന് ചൂണ്ടിക്കാട്ടിയ വിഷയമാണ്. കാരണം ചരിത്രപരമായി ഇറാനോടുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളോ, ഇറാനിൽ അങ്ങനെയാണെങ്കിൽ ഏകാധിപതികളെ എത്ര പേരോട് ഇന്ത്യ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ വലിയ രീതിയിൽ ഡിസ്കഷൻ വന്നതല്ലേ. അപ്പൊ യുദ്ധക്കുറ്റവാളിയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. യുദ്ധക്കുറ്റവാളി, മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന നിലയുള്ള ആൾ. അങ്ങനെയുള്ള പുടിൻ യുദ്ധക്കുറ്റവാളിയല്ലേ, പുടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെ അയത്തുള്ള അലി ഖൊമേനി ഒരു രാഷ്ട്രത്തിന്റെ ഒരു ശബ്ദമായിരുന്നു, മുഖമായിരുന്നു. അവിടെ ഇറാനിയൻ ജനതയുടെ, ഇപ്പോൾ ജനത കുറെ പേര് അദ്ദേഹത്തിനെതിരായിരിക്കാം, പക്ഷേ അവിടെ ഒരു പ്രതികരണം ഉണ്ടാക്കണമായിരുന്നു. അതേസമയം പ്രതികരണം ഉണ്ടായത് ഇറാനിയൻ അറ്റാക്ക് ടു UAE, അത് കഠിനമായി ഇന്ത്യ അപലപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ആക്ട് ഇന്ത്യ നടത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മാറി വരുന്ന ഇന്ത്യയുടെ പ്രിഫറൻസസ്. അപ്പൊ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മറുപക്ഷത്ത് റഷ്യയും ചൈനയും മറ്റു പല രാജ്യങ്ങളും, പാകിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ ഖൊമേനി വധത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. അങ്ങനെയുള്ള അവകാശം അമേരിക്കയുടെ ഏകപക്ഷീയമായി ആക്രമിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യക്ക്. പക്ഷെ അത് പറയുന്നില്ല എങ്കിൽ പോലും ഞെട്ടൽ രേഖപ്പെടുത്താം, ആശങ്ക രേഖപ്പെടുത്താം, അല്ല എങ്കിൽ ഒരു ആകാംക്ഷ, അതിൽ മധ്യപൂർവ്യ പ്രദേശത്ത് ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്താം. ആ ഒരു പ്രതികരണം ഇല്ലാതെ നടത്തുന്ന എന്ത് പ്രതികരണങ്ങൾക്കും അത്ര UAE സംസാരിച്ചു, അവിടുത്തെ ഷെയ്ഖുമായിട്ട് സംസാരിച്ചു, സൗദി അറേബ്യൻ നേതൃത്വവുമായിട്ട് സംസാരിക്കുന്നു, ഇസ്രായേൽ നേതൃത്വവുമായിട്ട് ഇന്ത്യ സംസാരിക്കുന്നു. പക്ഷേ ഒരു സമവായത്തിന് ആര് ശ്രമിക്കും? ചരിത്രപരമായി അറബ് രാജ്യങ്ങളോടും ഇസ്രായേലിനോടും ഇറാനോടും തുല്യ ബന്ധമുള്ള രാജ്യമാണ് എന്നാണ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ഉണ്ട്, ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ആ റോള് വഹിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് സോണിയാഗാന്ധി ഇപ്പോൾ ആ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു വിഷയം, ഇപ്പം ഈ അമേരിക്ക നേരത്തെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നടത്തിയ യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ സമാനമായ തരത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ 40-ലധികം നഗരങ്ങളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് പലയിടത്തും നടന്നത്. അത് നോ മോർ ബ്ലഡ് ഫോർ ഓയിൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പല പ്രതിഷേധങ്ങളും നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന ഒരു പ്രതിഷേധം അമേരിക്കയെ വേറൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ കൊണ്ട് ചാടിക്കുന്നുണ്ട്. തീർച്ചയായും അമേരിക്ക ഈ ഒരുപാട് അനാക്രോണിസം, വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് കാണാം ട്രംപിന്റെ നയങ്ങളിൽ. ഇവിടെ ട്രംപ് എന്നതൊരു വ്യക്തിയാണ്, എക്സിക്യൂട്ടീവിന്റെ മുഖമാണ്, ഡിഫാക്ടോ അതോറിറ്റിയാണ്, എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. പക്ഷെ അമേരിക്ക ഒരു എക്സിക്യൂട്ടീവ് ഭരണത്തിൽ മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. പ്രസിഡന്റിന്റെ ഓഫീസും കോൺഗ്രസ്, അതായത് അമേരിക്കൻ പാർലമെന്റായ ലെജിസ്ലേച്ചറായ കോൺഗ്രസും അമേരിക്കൻ കോടതി സംവിധാനവും ബാലൻസ്ഡ് ആയിട്ടാണ് അമേരിക്കൻ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഏകപക്ഷീയമായി സെനറ്റിനെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനെയും കോൺഫിഡൻസിന് എടുക്കാതെ, കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷൻ ഇല്ലാതെ, ബില്ലും ബ്രേക്കും ഇല്ലാതെ ടാരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. തോന്നിയതുപോലെ റെസിപ്രോക്കൽ ടാരിഫുകൾ അടിച്ചു കൊടുക്കുന്നു,
പിഴത്തീരുവകൾ ചുമത്തുന്നു. ഇപ്പോഴിതാ യുദ്ധം പോലും പ്രഖ്യാപിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടു പോകുന്നത് കോൺഗ്രസിനെ കോൺഫിഡൻസിൽ എടുക്കാതെയാണ്. അതിനുള്ളിൽ, അമേരിക്കയ്ക്കുള്ളിൽ വൻപൻ പ്രതിഷേധമുണ്ട്. അമേരിക്കൻ കോൺഗ്രസിൽ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ വലിയ തോതിൽ പ്രതിഷേധത്തിലാണ്. അവർ ട്രംപിനെതിരെ പ്രമേയം പാസ്സാക്കാനുള്ള തിരക്കിലാണ്. അത് മാത്രമല്ല, ഇനി ഇലക്ഷൻ വരും, നവംബർ മാസം ഇനി തെരഞ്ഞെടുപ്പുണ്ട്. ട്രംപിന്റെ ജനപ്രീതി വളരെ 32% ജനങ്ങൾ മാത്രമേ ഇപ്പോൾ ആ രീതിയിൽ ട്രംപിന് അനുകൂലമായി നിൽക്കുന്നുള്ളൂ അമേരിക്കയിൽ. അതാണ് ലേറ്റസ്റ്റ് മൂഡ് ഓഫ് ദ നേഷൻ പോൾസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സെനറ്റ് ഇലക്ഷൻ, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇലക്ഷൻ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ വന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിയമപരമായി, ഭരണഘടനാപരമായി ചില തീരുമാനങ്ങൾ മുന്നോട്ട്, യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റിനെ ഓവർഷാഡോ ചെയ്തുകൊണ്ട്, ഓവർലുക്ക് ചെയ്തുകൊണ്ട്, ബൈപ്പാസ് ചെയ്തുകൊണ്ട് അധികം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് അമേരിക്കൻ സിസ്റ്റത്തിന്റെ ഒരു ചാരുത എന്ന് പറയുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്ന അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെക്ക് വയ്ക്കുക, അതുവഴി ബാലൻസ് ചെയ്തെടുക്കുക. ഈ റോൾ സുപ്രീം കോടതി ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് തിരുത്താൻ കഴിയുന്ന, അമേരിക്കയെ തിരുത്താൻ കഴിയുന്നത് മറ്റു രാജ്യങ്ങൾക്കല്ല, ലോക പൊതുജനാഭിപ്രായത്തിനല്ല, അമേരിക്കയ്ക്കുള്ളിലെ പൊതുജനാഭിപ്രായത്തിനും അമേരിക്കയുടെ തന്നെ ഘടകങ്ങൾക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സസ് ചോദ്യം ചെയ്യാനാവും. ആ രീതിയിലുള്ള പരിഹാരങ്ങളും ഒരു പക്ഷേ ഇൻ ദ പൈപ്പ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദമോ ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനമോ യുദ്ധത്തിലുണ്ടാകുന്ന തിരിച്ചടിയോ മാത്രമല്ല, അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ചില തിരുത്തൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ അവിടെ നിന്ന് തന്നെ വരും എന്ന പ്രതീക്ഷയും ഉണ്ട്. കാരണം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആത്യന്തികമായി ജനാധിപത്യത്തിന്റെ കരുത്ത് തള്ളിക്കളയാനാവുന്നതല്ല. അമേരിക്ക ജനാധിപത്യ രാജ്യവുമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു തരത്തിൽ അമേരിക്കയെ ഇത്തരം ഈ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇസ്രായേലിൽ തന്നെ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെന്ന് തോന്നുന്നു. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ പോലും ട്രംപിനെ അംഗീകരിക്കാത്തൊരു നിലയിലേക്കാണ് പോകുന്നത്. ഡെമോക്രാറ്റുകൾ തീരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വലിയൊരു എതിർപ്പ് ട്രംപിനെതിരെ അമേരിക്കയിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ UN പോലുള്ളൊരു സംഘടനയുടെ അഭാവം, അല്ലെങ്കിൽ ഒരു കടലാസ സംഘടനയായി മാറി എന്നുള്ളൊരു വിഷയം ലോകത്ത് ഏത് ശക്തിക്കാണ് ഇതിനെ തടയാൻ കഴിയുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വിഷയം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും ഇവിടെ ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യുണൈറ്റഡ് നേഷൻസ് എന്തുകൊണ്ട് നിസ്സംഗത പാലിക്കുന്നു, എന്തുകൊണ്ട് ഒന്നും ചെയ്യാനാവാതിരിക്കുന്നു, അതൊന്ന്. അതിന് മുൻപ് പരിഗണിക്കേണ്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വന്തം ക്യാമ്പ്, നമ്മൾ പൊതുവെ പറയുന്നത് മാഗ ക്യാമ്പ് എന്നാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ ക്യാമ്പ് തന്നെ ഡിവൈഡഡ് ആണ്. അതിലെ മാർക്കോ റൂബിയോ, ഒരു ഹോക്കിഷ്, അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറി, അതായത് അമേരിക്കയുടെ വിദേശമന്ത്രി എന്ന് പറയാം, ട്രംപ് തന്നെ തിരഞ്ഞെടുത്തയാളാണ്. അദ്ദേഹം ഒരു ഹോക്കിഷ് നിലപാടാണ്, ഒരു സമ്മർദ്ദത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെ, ഇസ്രയേലോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇസ്രയേൽ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, ബലപ്രയോഗത്തിലൂടെ മാത്രമേ ആത്യന്തികമായി ആ മേഖലയിൽ സമാധാനം എത്തിക്കാനാവൂ എന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രസിഡന്റിനെ ഉപദേശിക്കുന്നയാളാണ് മാർക്കോ റൂബിയോ. മറുവശത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്ന ഒരു ആളാണ്. അദ്ദേഹം പറയുന്നത് ബലപ്രയോഗം എന്നത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പൊതുജനാഭിപ്രായം തിരിയും, അതുകൊണ്ട് ട്രംപിന് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവില്ല, അമേരിക്കയിൽ തന്നെ ഈ കാര്യം പുഷ് ചെയ്ത് അധികം മുന്നോട്ട് പോകാനാവില്ല, അതുകൊണ്ടൊരു മെല്ലപ്പോക്ക് എന്ന നയമാണ് JD വാൻസിന്റേത്. അതുകൊണ്ട് മാഗ ക്യാമ്പിൽ തന്നെ രണ്ട് സ്വരത്തിൽ ഉള്ള ചിന്തകൾ വരുന്നുണ്ട്. ട്രംപ് അതിൽ എങ്ങനെയാണ്, അതിൽപ്പെട്ട് ഒരു വലിയ ആശയക്കുഴപ്പം ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പലപ്പോഴും മാറ്റിയും മറിച്ചും പറയുന്നത്. ട്രംപ് തന്നെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് ഒരു ക്ലാരിറ്റി, വ്യക്തത ഇല്ലാത്ത ഒരു രീതിയിലാണ് അമേരിക്കയുടെ കാര്യങ്ങൾ. അതൊരു വശത്തെ. ചരിത്രപരമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ റോൾ എന്താണ്? ഒരു സംഘർഷം വരുമ്പോൾ ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കുക, വെടിനിർത്തൂ എന്ന വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരിക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വശത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി, ഏത് സംഘടനയാണോ ഈ സമാധാനം കൊണ്ടുവരേണ്ട സെക്യൂരിറ്റി കൗൺസിലാണ്, രക്ഷാസമിതിയിൽ 5 സ്ഥിര അംഗങ്ങളുള്ളതിൽ അമേരിക്ക ഒരു സ്ഥിര അംഗമാണ്, വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗമാണ്. ആ സ്ഥിര അംഗമാണ് മറ്റൊരു ശരാശരി അംഗത്തെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് UN പ്രിൻസിപ്പിളായ കളക്റ്റീവ് സെക്യൂരിറ്റി, ഏതെങ്കിലും രാജ്യം ആക്രമണ വിധേയമായാൽ മറ്റെല്ലാ UN രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ആക്രമണ വിധേയമായ രാജ്യത്തെ സംരക്ഷിക്കുകയും ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക? അങ്ങനെയെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന് ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, എല്ലാ UN രാജ്യങ്ങളും ചേർന്ന് ഇറാനെ സംരക്ഷിക്കുക. ഇപ്പോൾ ആക്രമണകാരിയായി വന്നത്, ആക്രമണം നടത്തിയത് ഇറാനല്ല, അത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയും ഒരു സ്ട്രേഞ്ച് ന്യായം കൂടി പറയുന്നുണ്ട്. മാർക്കോ റൂബിയോ മറ്റൊരു ന്യായം കൂടി കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. അത് വളരെ കൗതുകരമായ കാര്യമാണ്. ഞങ്ങൾ ആക്രമിച്ചു, പത്രലേഖകരോട് പറയുകയാണ്, ഞങ്ങൾ ആക്രമിച്ചു, പക്ഷേ
ഇസ്രായേൽ ആക്രമിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ. അതുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് നമുക്കെതിരെ ആയിരിക്കും, അമേരിക്കയെതിരെ ആയിരിക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രീഎംപ്റ്റീവായി ഒരു സ്ട്രൈക്ക് നടത്തേണ്ടി വന്നു എന്ന വിചിത്രമായ അതെ. ഒരു വാദം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പം, അമേരിക്ക ഉള്ളിലെ ഒരു ആശയക്കുഴപ്പം വ്യക്തമാണ്. UN ഇതൊക്കെ ഈ പശ്ചാത്തലത്തിലാണ് യുണൈറ്റഡ് നേഷൻസിന് പരമാവധി പറയാൻ കഴിയുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം വരും, അമേരിക്ക വീറ്റോ ചെയ്യും, ബ്രിട്ടൻ വീറ്റോ ചെയ്യും, അതോടെ തീർന്നു. അപ്പം സെക്യൂരിറ്റി കൗൺസിൽ മുന്നോട്ട് പോകാനാവില്ല. പിന്നീടുള്ളത് എന്താണ്? ജനറൽ അസംബ്ലിയിൽ ഒരു അഭിപ്രായ രൂപീകരണം. ഈ അഭിപ്രായം ആർക്കാണ് വേണ്ടത്? ഇപ്പോൾ അമേരിക്ക പാരലായി ഒരു ബോർഡ് ഓഫ് പീസ്, ഒരു കാര്യം നടക്കണമെങ്കിൽ നടത്തിപ്പുവശം UN കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗാസ വിഷയം പരിഹരിക്കുന്നതിൽ ഉൾപ്പെടെ ഒരു ബോർഡ് ഓഫ് പീസുമായി മുന്നോട്ട് പോകുന്നു. സമാധാനം അമേരിക്ക അംഗീകരിക്കുന്ന കുറെ രാജ്യങ്ങൾ മാത്രം കുറച്ച് പണവും മുടക്കി അവരൊരു സമിതി ഉണ്ടാക്കി ഗാസയുടെ പുനരുദ്ധാനം. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന എന്ന കട തുറന്നു വെച്ചിട്ട് എന്തിനാ? കച്ചവടമില്ലാത്തൊരു കട അടച്ചുപൂട്ടി കട്ടയും പടവും മടക്കി പോകരുതോ എന്ന് സഭ്യമായ ഭാഷയിൽ ചോദിക്കുന്ന എത്ര പേരാണുള്ളത്? ദിസ് ഈസ് എൻ അനാക്രോണിസം ഓഫ് ദ ടൈംസ്, എ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്. മരിച്ചുപോയി, യുണൈറ്റഡ് നേഷൻസ് മരിച്ചുപോയി. ആ രീതിയിൽ ചിന്തിക്കാനാണ് ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേവലം അക്കാദമികം UN എന്തു പറഞ്ഞാലും, അന്റോണിയോ ഗുട്രസ് എന്ന നല്ല മനുഷ്യൻ എന്തു പറഞ്ഞാലും അത് കേവലം അക്കാദമിക ചിന്ത മാത്രമേ ആകുന്നുള്ളൂ. അതിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാനില്ല. തീർച്ചയായിട്ടും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഈ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങളുമായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുക. അത് ഈ പറയുന്ന പോലെ ഇറാനിൽ മാത്രം അവസാനിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ്റെയിൽ അവസാനിക്കാൻ പോകുന്നില്ല. വലിയ തോതിൽ ലോകത്തെ ആകെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു ആഘാതം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ നടക്കുന്ന പോലെ, അമേരിക്കയിലും ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ വലിയ ബഹുജന അഭിപ്രായങ്ങളിലൂടെ ഈ അമേരിക്കയുടെയും ഈ ഇസ്രായേലിൻ്റെയും യുദ്ധാസക്തിയെ, യുദ്ധഭ്രാന്തിനെ നിയന്ത്രിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.